വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. The Gospel according to Saint John, chapter 17, verse 15. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാവണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാവണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിനെ വ്യത്യസ്തമായിട്ട് രചിച്ചിട്ടുള്ള ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എന്നത് ഏവർക്കും അറിയാം. അതിൻ്റെ ഒരു പ്രത്യേകത, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വിടൽ വാങ്ങൽ പ്രസംഗമായി പറയുന്ന 14, 15, 16 അധ്യായങ്ങൾ ഇതിനു മുമ്പിലുണ്ട് എന്നതത്രേ. തുടർന്ന് അവരോടൊന്നിച്ചും അവർക്ക് വേണ്ടിയും കർത്താവ് സ്വർഗസ്ഥ പിതാവിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, മഹാപുരോഹിത പ്രാർത്ഥനയാണ് 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയാവുന്നത്. ഈ പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ താൻ ക്രൂശ് മരണം വരിക്കുവാനായിട്ട് പോകുന്നു എന്നത് ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷമാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെന്നെ ഏകനായിട്ട് വിടുന്ന നാഴിക വരുന്നു എന്നത് മുൻകൂട്ടി അവരോട് പറയുവാൻ തക്കവണ്ണം ഗുരുവായിട്ടുള്ള യേശുവിനെ സാധ്യമായിട്ട് തീരുകയും ചെയ്തു. അതേ അവസരത്തിൽ തന്നെ കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ചിതറിപ്പോകും. നിങ്ങളിപ്പോൾ ഒരുമിച്ചാണ്, നിങ്ങളിപ്പോൾ എന്നോട് കൂടിയാണ്. നാം ഒരുമിച്ചായിരിക്കുന്നത് ഏറെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്നാൽ നിങ്ങൾ ചിതറിപ്പോകുന്നതായിട്ടുള്ള സാഹചര്യം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് കർത്താവ് പറയുന്നത്, എങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഈ ലോകത്തിൽ ജീവിക്കണം, ഈ ലോകത്തിൽ പ്രവർത്തിക്കണം. അവരുടെ ആയുസ്സിൻ്റെ ശ്രേഷ്ഠത ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഇന്ന് ഇത് ധ്യാനിക്കുന്നതായുള്ള നമ്മോടും കർത്താവ് പറയുന്നതായിട്ടുള്ള വാക്കുകളായിട്ട് ഇതിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയുമോ? ഈ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടാണ് ഈ ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മോട് പറയുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കൊണ്ടിടയാവണം. ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നത് ദൈവജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകുന്നതിനായിട്ടല്ല, ഈ ലോകത്തിൽ അർത്ഥവത്തായിട്ട് ജീവിക്കുന്നതിനായിട്ട് ദൈവം നിയോഗിച്ച് നമ്മെ ആക്കിയിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ദൈവം മനോഹരമായിട്ട് സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചം, സംശയമില്ല. വേദപുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ, പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തന്നെ എത്രയോ മനോഹരമായി ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ ഒരു വർണ്ണനയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത്. ശ്രദ്ധ ചെലുത്തി ഏകാഗ്ര ചിന്തയോടുകൂടി ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ദൈവം നല്ലതായിട്ട് കണ്ടു. ദൈവം നല്ലതായി കണ്ട ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ടാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ടിടയാവുന്നത്? ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ ദൈവത്തോടൊന്നിച്ച് ജീവിപ്പാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യൻ ആഗ്രഹിക്കണമെന്ന് മാത്രമല്ല, ദൈവവും ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ സാദൃശ്യത്തിൽ, തൻ്റെ സ്വരൂപത്തിൽ മണ്ണിൽ നിന്ന് കൈകൾ കൊണ്ട് മെനഞ്ഞ് എടുത്തതായിട്ടുള്ള മനുഷ്യനെ ജീവശ്വാസം നൽകി ജീവനുള്ള ദേഹിയാക്കി തീർത്ത്
ഈ തോട്ടത്തിൽ, ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് പറയുകയും, നീ ഈ തോട്ടത്തെ കാക്കണം, നീ ഇവിടെ അധ്വാനിക്കണം, നീ ഇവിടെ വേല ചെയ്യണം, ജീവിക്കണം, ഇതെല്ലാം പറയുന്നതായിട്ട് ദൈവം തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിനായിട്ട് ശ്രമിക്കുകയല്ല. പിന്നെ വെയിലാറുമ്പോൾ കർത്താവ് ഏദൻ തോട്ടത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നത് വായിക്കുവാനായിട്ട് നമുക്കിടയാവുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, നാം ജീവിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങുമെന്ന് നമ്മെ കാണണമെന്ന്, നമുക്ക് കൂട്ടായ്മ നൽകണമെന്ന്, നമുക്ക് സംസർഗം നൽകണമെന്ന്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ മനസ്സിലാക്കുവാൻ നമുക്കിടയായിട്ട് തീരണമെന്നത്. ഇതെന്തിനാണ് ദൈവം ചെയ്യുന്നത്? ഈ ദൈവത്തെ വിട്ടുകളയാതെ ഈ ദൈവത്തോടൊന്നിച്ച് ദൈവമാക്കിയിരിക്കുന്ന ഈ ലോകത്തിൽ അർത്ഥവത്തായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണുള്ള നിയോഗം എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് അവിടെ കാണാനായിട്ടിടയാവുന്നത്. ദൈവത്തെ മറക്കരുത്. ദൈവകൃപയുടെ ശക്തീകരണം അനുഭവിപ്പാനായിട്ടിടയാകണം. ദൈവം നടത്തുന്നതായുള്ള വഴികളെയും ദൈവം നടത്തുന്നതായുള്ള വിധങ്ങളെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ടിടയാവണം. എന്നാൽ അത് ഈ ലോകത്തിലൂടെ നടന്നുകൊണ്ട് തന്നെ ആയിരിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള ജീവിതത്തെ ശ്രേഷ്ഠമായിട്ട് എണ്ണുന്നതിനായിട്ടും, ദൈവം നമുക്ക് നൽകുന്നതായുള്ള വഴികളിൽ കൂടെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിനായിട്ടും, നാം വയ്ക്കുന്നതായുള്ള ഓരോ ചുവടുകളും അർത്ഥവത്തായിട്ട് വയ്ക്കുന്നതിനായിട്ടും, നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ ലോകത്തെ ദൈവരാജ്യത്തിന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു വലിയ നിയോഗം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയത്രേ ചെയ്യുന്നത്. ഇതൊരു വലിയ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുകയാണ്. ആർഷഭാരതത്തിൽ ജീവിക്കുന്നതായുള്ള നമുക്ക് പരിചയമുള്ളതായുള്ള ഒന്നാണ് സ്വധർമ്മ ഈസ് ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വിശ്വധർമ്മ. ദൈവത്തിന് ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ദൈവ ഉദ്ദേശം ഈ ലോകത്തിൽ നിറവേറുവാൻ ദൈവം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായുള്ള ഓരോ അവസരത്തിലും ദൈവത്തിൻ്റെ ഈ ബ്ലൂ പ്രിൻ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന് അനുയോജ്യമായിട്ടുള്ള സ്വധർമ്മം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് നിറവേറ്റുവാൻ തക്കവണ്ണം ജീവിതത്തിൽ ഇടയായിട്ട് തീരണം എന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ബി അപ്രൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വായിച്ചു വരുന്നതായുള്ള അവസരത്തിൽ ദൈവമാക്കിയതായുള്ള ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ എത്രമാത്രം നേരോടും ചൊവ്വോടും ഉത്തരവാദിത്വ ബോധത്തോടും മനുഷ്യൻ ജീവിച്ചു എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതെ ജീവിച്ചതായുള്ള ആളുകളുമുണ്ട്, അവരെ വിസ്മരിക്കുന്നില്ല. എന്നാൽ ദൈവത്തോട് ചേർന്ന് നടന്നു എന്ന് പറയുന്നതായിട്ടുള്ള വേദഭാഗങ്ങളും ദൈവ ഇഷ്ടം നിറവേറ്റി എന്ന് പറയുന്നതായിട്ടുള്ള അവസരങ്ങളും ദൈവത്തെ അനുസരിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള അവസരങ്ങളെല്ലാം ജീവിതത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങളായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ കോവിഡിന് ശേഷം ജീവിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരോ സ്ഥാനത്താക്കിയിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതം ഇനിയും ഈ ലോകത്തിൽ തുടരുവാനായിട്ടുള്ളതാണ് എന്ന് ദൈവം തന്നെ നമ്മോട് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഇനിയുമുള്ള നാളുകൾ ദൈവത്തോട് ചേർന്ന് എങ്ങനെയാണ് ഈ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് എന്ന് നാം ചിന്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ ധാർമ്മിക ഉത്തരവാദിത്വത്തോടും നേരോടും ചൊവ്വോടും ദൈവത്തോടുള്ള അനുസരണത്തോടും ദൈവമക്കളായിട്ട് ജീവിപ്പാൻ കാരണം ജീവിതത്തെ സമർപ്പിപ്പാൻ നമുക്കിടയായിട്ട് തീരുന്നുണ്ടോ എന്നത് ഈ കൺവെൻഷൻ്റെ ആരംഭ ദിവസം തന്നെ ദൈവസ്ഥാനത്തിൽ നാം ചോദിക്കേണ്ടതായിട്ടുള്ള ഒന്നാകുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു ചെളിക്കുണ്ടിൽ നിന്നാണ് ഒരു താമര ഉയർന്നു വന്ന് മനോഹരമായിട്ട് പുഷ്പിച്ച് നിൽക്കുന്നത്. കാണാൻ വളരെ സൗന്ദര്യമുള്ളതാണ്, ഏവർക്കും അത് വളരെ ഹൃദ്യമായിട്ട് തോന്നുന്നതാണ്. ഒരു പൂ കൈ കിട്ടിയാൽ നല്ലത് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള സാഹചര്യമൊക്കെ ആ സാഹചര്യത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടി വരും. പ്രയാസങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഈ ലോകത്തിൽ, പ്രക്ഷുബ്ധമായിട്ടുള്ള ഈ ലോകത്തിൽ അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിന് മുമ്പിലുള്ളത് എന്ന് ചിന്തിക്കുന്നതായുള്ള വേളയിൽ തന്നെ ഇതിൻ്റെ മധ്യത്തിൽ സുന്ദരമായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു എന്നതും
ദൈവകൃപ അനുഭവിപ്പാൻ ദൈവകൃപ നമ്മുടെ മേൽ ചൊരിയുന്നു എന്നതും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കോണം നമുക്ക് ഇടയായിട്ട് തീരുന്നുണ്ടോ? ഇന്ന് രാവിലെ വന്നതായുള്ള വർത്തമാന കടലാസ് വായിച്ച അവസരത്തിൽ, ന്യൂസ് പേപ്പർ വായിച്ചതായുള്ള അവസരത്തിൽ കോന്നിക്കടുത്തുള്ളതായുള്ള പ്രദേശത്ത് 2 കുഞ്ഞുങ്ങൾ അനാഥരായിട്ട് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ടീന ബോബി ദമ്പതികൾക്ക് ജനിച്ചതായിട്ടുള്ള 2 കുട്ടികൾ 12 സംവത്സരങ്ങൾ നോക്കി പാർത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായുള്ള 2 കുട്ടികൾ. ആ കുട്ടികളെ വളർത്തുന്നതായുള്ള സാഹചര്യത്തിലാണ് ഗർഭവതിയായിട്ടുള്ള ടീനായിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അത് അവസാനിച്ചത് മരണത്തിലേക്കാണ്. മരണത്തിലൂടെയാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. തന്നെ ഏൽപ്പിച്ചിട്ട് കടന്നുപോയതായിട്ടുള്ള ടീന ദൈവം തന്നെ ഏൽപ്പിച്ചതായുള്ള ദൗത്യം ഏറ്റെടുത്ത് നിറവേറ്റണമെന്ന് ആഗ്രഹിച്ചതായുള്ള ബോബി എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യപ്പെട്ട് അവരെ വളർത്തുന്നതിനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് കുളിക്കുന്നതിനായിട്ട് പോയപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. കൂടുതൽ കാരണങ്ങളൊന്നും പറയുന്നതിനായിട്ടില്ല. സാധാരണ ദിവസം, സാധാരണ ജീവിതം, ഒരു സാധാരണ സംഭവം, അതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ക്ഷണികമായുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. എന്നാൽ അതേ അവസരത്തിൽ തന്നെ ദൈവം എന്താണ് ഇപ്രകാരം ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അനുഭവങ്ങൾ നൽകിയത് എന്നുള്ളത് ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയരുകയും ചെയ്യും. ധാരാളം ആളുകൾ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവം ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? എന്നാൽ വിശ്വാസികളായിട്ടുള്ള ജനമേ, ദൈവസന്നിധിയിൽ ചേർന്ന് വരുമ്പോൾ വിശ്വാസത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം ഈ കുഞ്ഞുങ്ങളെ വളർത്തും. അവ ഈ ലോകത്തിൽ ജീവിച്ച് വളർന്നു വരും. അവരെ ഈ ലോകത്തിൽ ഓരോരോ സ്ഥാനങ്ങളിൽ അനുഗ്രഹീതമായിട്ട് ജീവിപ്പാൻ്റെ കൊണ്ട് ഇടയായിട്ട് തീരും. എന്തുകൊണ്ട്? ദൈവം ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട്, ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ട്, ദൈവം വളർത്തുമെന്നുള്ളത് കൊണ്ട്. ഈ ലോകമോ ലോകത്തിൻ്റേതായുള്ള ശക്തിക്കോ ലോകത്തിൻ്റേതായുള്ള പ്രലോഭനങ്ങൾക്കോ അല്ല ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. ഉടയവനായിട്ടുള്ള ദൈവമാണ്. ഈ ഉടയവനായുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ദിനംതോറും അനുഭവിച്ച് ദൈവസന്നിധിയിൽ വളർന്നു വരുവാനായിട്ട് ഇടയാകുമോ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ വന്നതായുള്ള സൺഡേ സപ്ലിമെൻ്റിൽ ട്വിൻസിനെ കുറിച്ച് നാം വായിക്കുകയുണ്ടായി. അവരെ ജനിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കി. ആ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പാടില്ല ആരാണ് അപ്പൻ, ആരാണ് അമ്മ. അവർ വളർന്നു വന്നു. വളർന്നു വന്ന ഇന്ന് അവർ വിവാഹിതരാണ്. എന്നാൽ അവർക്ക് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും കണ്ടെത്തുവാനായിട്ട് സാധിച്ചു ആരാണ് ഈ ട്വിൻസായിട്ടുള്ള സഹോദരിമാരെന്ന് അന്യോന്യം അറിയുന്നതിനായിട്ട് സാധിച്ചു. ദൈവം അവരെ കൂട്ടിവരുത്തി. എന്നാൽ ആ ജീവിതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായൊരു സംഗതിയുണ്ട്. കുരുന്നുകളായി ഈ ലോകത്തിൽ ജീവിക്കുവാനായി ജന്മം നൽകപ്പെട്ടതായുള്ള 2 കുഞ്ഞുങ്ങൾ അവരെ അനാഥാലയത്തിലാണ് കൊണ്ടുപോയി ആക്കിയെങ്കിലും അവരെ ദത്തെടുത്ത് വളർത്തിയതായുള്ള മാതാപിതാക്കളിലൂടെ അവർക്ക് ഈ ലോകത്തിൽ വളരുന്നതിനായിട്ടും അവർക്ക് ഉയരുന്നതിനായിട്ടും പ്രക്ഷോഭം നിറഞ്ഞതായിട്ടുള്ള ദാമ്പത്യ ജീവിതം നയിക്കുന്നതിനായിട്ടും ഇടയായിട്ട് തീർന്നു എന്നത്. ഉടയനായുള്ള ദൈവത്തെ ഓർക്കുവാൻ എല്ലായ്പ്പോഴും നമുക്ക് സാധിക്കുമോ എന്നുള്ളതായുള്ള ചോദ്യമാണ് ഇവിടെയുള്ളത്. ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ്റെ കോണം ഇടയായിട്ട് തീരണം എന്നത് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായുള്ള പിതാവ് താൻ സൃഷ്ടിച്ചതായുള്ള സകലത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ഈ പ്രപഞ്ചത്തിലേക്ക്, സൃഷ്ടിയിലേക്ക് ഇറങ്ങി വരുവാൻ്റെ കൊണ്ടും താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചതായുള്ള ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ ലോകത്തെ ഗൗരവമായിട്ട് കാണുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ സുവിശേഷങ്ങളിലൂടെ വായിച്ചെടുക്കുവാൻ നമുക്കിടയാവുന്നുണ്ട്. ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിലാണ് കിടത്തിയത് എന്നത് ശരിയാണ്. എന്നാൽ
ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ കിടന്നതായുള്ള ശിശുവിനെ വളർന്നു വരുവാനായിട്ടും വളരേണ്ടതായുള്ള സാഹചര്യങ്ങൾ നൽകുന്നതിനായിട്ടും ദൈവത്തിന് സാധ്യമായി തീർന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല എന്ന് പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞാണ്. ഈ കുഞ്ഞ് ഈ ലോകത്തിൻ്റെ രക്ഷകനായി, യേശുവായി, നസ്രായനായി ഗലീല പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതായുള്ള അവസരത്തിൽ ലോകത്തോടെ പറഞ്ഞതായിട്ടുള്ള വാർത്തയാണ്, ദൂതാണ്, അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല. ആരും നശിച്ചു പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല, നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധാർമ്മികമായുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. ആരെയും ഒറ്റയ്ക്കാക്കുവാനായിട്ട് നമുക്ക് അവകാശമില്ല. ഒറ്റതിരുന്ന് നടക്കുന്നതായുള്ള ആളുകൾ കണ്ടേക്കാം, പക്ഷേ എൻ്റെയോ നിങ്ങളുടെയോ ജീവിതം കൊണ്ട് മറ്റൊരാളെ ഒറ്റയായി പോകുവാനായിട്ട് ഇടയാവരുത്. ഒറ്റയ്ക്കാക്കുവാനായിട്ട് നാം ശ്രമിക്കുകയുമരുത്. എല്ലാവരും ഈ ലോകത്തിൽ വേണ്ടിയവരായി ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ സമസൃഷ്ടങ്ങളെ ഒരുമിച്ച് കാണുന്നതിനായിട്ടും ദൈവസന്നിധിയിൽ ദൈവമക്കളായിട്ട് ജീവിക്കുന്നതിനുമായിട്ടുള്ളൊരു ചുമതലയും ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നത് ഓർക്കാം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ പരീക്ഷകളെ നേരിടേണ്ടതായിട്ട് വന്നില്ലേ? ഈ കല്ലാപ്പമായി തീരുക എന്ന് പറയുന്നത് എത്രയോ ശോഭനമായുള്ളൊരു സാഹചര്യത്തിലാണ്. അവന് 40 ദിവസം ഉപവസിച്ച് വിശന്നതായുള്ള സാഹചര്യത്തിൽ ഒരപ്പം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതായുള്ള സാഹചര്യത്തിൽ കല്ലപ്പമായി തീർക്കുവാനായിട്ട് കൽപ്പിക്കുക. പക്ഷെ തിരിച്ചറിയുന്നതിനായിട്ട് സാധിച്ചു, ഇത് പിതാവിൻ്റെ ഇഷ്ടമല്ല, ഇത് പൈശാചികമായുള്ള ചിന്തയാണ്, ഇത് ദുഷ്ടൻ്റേതായുള്ള ചിന്തകളാണ്, ഇത് ദുഷ്ടത എന്നിലും ലോകത്തിലും വിതയ്ക്കപ്പെടുന്നതായുള്ള സാഹചര്യമാണ്. തിരിച്ചറിവുണ്ടായി, വിവേകമുണ്ടായി. അതുപോലെ തന്നെ ജീവിതത്തിൽ അഗ്രഗണ്യമായിട്ടുള്ള രംഗങ്ങളിലേക്കൊക്കെ ഉയരുവാനായിട്ടുള്ള മനസ്സിൻ്റെ സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാവരും വളർന്നുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റീഷൻ, എക്സലൻസ്, ഇതെല്ലാം വളരെ ആഗ്രഹിക്കുന്നതായുള്ള ഒരു തലമുറയിൽ നാം ജീവിക്കുമ്പോൾ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തി നിർത്തിയതിനു ശേഷം താഴേക്ക് ചാടുക എന്ന് പറയുമ്പോൾ ദൈവദൂതന്മാർ നിന്നെ കൈകളിൽ വഹിക്കുകയില്ലേ എന്നുള്ളതായുള്ള ചോദ്യം കൂടി. ദൈവത്തെ പരീക്ഷിക്കുന്നതിനായിട്ടുള്ള രംഗങ്ങളായിരിക്കരുത് മനുഷ്യ ജീവിതത്തിൻ്റേതായുള്ള രംഗങ്ങൾ എന്നത് കർത്താവെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതെല്ലാം നിൻ്റേതായി തീരും, ഒന്ന് വീണ് നമസ്കരിച്ചാൽ മാത്രം മതി എന്നുള്ളതായുള്ള പരീക്ഷ വരുന്ന സന്ദർഭത്തിൽ ആരെയാണ് ആരാധിക്കേണ്ടത്, എവിടെയാണ് വണങ്ങേണ്ടത്, ആരോട് ചേർന്നാണ് നിൽക്കേണ്ടത്, തിരിച്ചറിവോടുകൂടി കർത്താവായ യേശു ക്രിസ്തു പെരുമാറുകയാണ് ചെയ്യുന്നത്. ഈ ധാർമ്മിക ഉത്തരവാദിത്വമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടാണ് വിശ്വാസികളായുള്ള നമ്മെ ഓരോരുത്തരെയും ദൈവമക്കളായി ഓരോരോ രംഗങ്ങളിൽ ദൈവം നിർത്തിയിരിക്കുന്നത് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. സമസൃഷ്ടങ്ങളുടെ വേദനകളെ, നോവുകളെ നോക്കിക്കാണുവാൻ, അറിയുവാൻ, തൊട്ടറിയുവാൻ ഒക്കെ നമുക്ക് സാധ്യമായിട്ട് തീരുമോ? ഫ്രാൻസ്, അർജൻറ്റീന ഇവരുടെ കളി കണ്ടതായിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഇവിടെ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും ഒന്നിലും കാണണ്ടേ വെച്ച് ഞാനും കുറച്ച് നേരം കണ്ടതാണ്, മുഴുവൻ കണ്ടില്ല. ഫ്രാൻസ് തോറ്റ അവസരത്തിൽ നിരാശനായി ആ പ്ലേ ഗ്രൗണ്ടിൽ മുട്ടുകുത്തിയതായിട്ടുള്ള ഒരു കളിക്കാരനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജയാരവത്തോടുകൂടി തങ്ങൾക്ക് ട്രോഫി ലഭിച്ചു എന്ന് വിചാരിച്ച് പോകുന്നതിനായിട്ട് എല്ലാവർക്കും കഴിയും. 2 വ്യക്തികൾ അവിടെയൊക്കെ കടന്നു വരുന്നുണ്ട്. ഒന്ന്, ആ വ്യക്തിയുടെ രാജ്യത്തിൻ്റെ തലവൻ അവിടേക്ക് താണിറങ്ങി വരികയാണ്. പോട്ടെ, എഴുന്നേൽക്ക. തനിക്ക് എതിരായിട്ട് കളിച്ചതായിട്ടുള്ള ആള് സ്നേഹിതൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് പറയുകയാണ്, ജയവും തോൽവിയൊക്കെ താൽക്കാലികമാണ്, നീ എഴുന്നേൽക്ക. മോട്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ടും ഉത്സാഹഭരിതനായിട്ട് തീർക്കുന്നതിനായിട്ടും ജീവിതത്തെ അർത്ഥമുള്ളതാക്കി തീർക്കുന്നതിനായിട്ടും ജീവിതത്തിൻ്റെ സാധ്യതകളിലേക്ക് നയിക്കുന്നതിനായിട്ടും കഴിയുന്നതായുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ കോട്ടയത്താണ് നിൽക്കുന്നത്. കോട്ടയംകാർക്ക് പരിചിതനാണ് PU തോമസ്. ആശുപത്രി എത്രയോ നാം കണ്ടിരിക്കുന്നു, എത്രയോ രോഗികളെ കണ്ടിരിക്കുന്നു, എത്രയോ ബൈസ്റ്റാൻഡേഴ്സിനെ കണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായി, മണ്ണ് തിന്നല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്, ആഹാരം കഴിച്ച് ജീവിക്കണം. അതിന് കഴിയുമോ? ദൈവം അത് സാധ്യമാക്കും. ആ വിശ്വാസത്തിൽ
ഓരോ ചുവടും വയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നതിൻ്റെ ചരിത്രം ഞാൻ വിവരിക്കേണ്ട ആവശ്യകതയില്ല. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്നതായുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം ഇപ്രകാരം നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ എന്ന് ചോദിക്കണം. ദൈവം തരുന്നതായുള്ള കാഴ്ചകൾ വെറുതെ തരുന്നതായുള്ള കാഴ്ചകളല്ല, ദൈവം ഇഷ്ടം ചെയ്യുന്നതിനായിട്ട് നൽകുന്ന അവസരങ്ങളാണ്. മൊമെൻറ്റ്സ് ഓഫ് ഗാഡ്, ഡിവൈൻ മൊമെൻറ്റ്സ്, സേക്രഡ് മൊമെൻറ്റ്സ്. അവിടെ ദൈവത്തിൻ്റെ കരം പിടിക്കുന്നതിനായിട്ടും ദൈവകൃപ അനുഭവിക്കുന്നതിനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായിട്ടും ദൈവത്തെ വാഴ്ത്തുന്നതിനായിട്ടും ഇടയായിരുത്തുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിക്കുവാൻ പ്രിയരെ എനിക്കും നിങ്ങൾക്കും സാധിക്കും, ഉത്തരവാദിത്വമുണ്ട്. ഇത് നിർവഹിപ്പാൻ തക്കവണ്ണമുള്ള താല്പര്യം അനുദിനം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ വാക്കുകൾ നിർത്തുന്നതിനായിട്ട് തുടങ്ങുകയാണ്. വചനഘോഷണം ഇനി വരുന്നതേ ഉള്ളൂ. ഇത് ഉദ്ഘാടന പ്രസംഗം മാത്രമാണ്. നമ്മളുടെ മനസ്സുകളെ ഉണർത്തേണ്ടതായുള്ള ആവശ്യകതയിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എടുക്കാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെ അവരെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാവണ്ണം കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എവിടെയാണ് പൈശാചികമായുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്, നമ്മെ ഇല്ലാതെയാക്കി തീർക്കുന്നത്, സാധ്യതകളുള്ളതായുള്ള ജീവിതത്തെ ഇല്ലാതെയാക്കി പരാജയപ്പെടുത്തുന്നത്, ഇത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നൊന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവേൻ എന്നെ പൗലോസപ്പോസ്തലൻ റോമർക്ക് എഴുതിയതായുള്ള ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ജീവിതത്തിന് ഒരർത്ഥം കുറിക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതായിട്ടുള്ള അവസരത്തിൽ മാത്രമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നൊന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവേൻ. അവിടെ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടാണ്, ചവിട്ടി നടക്കുവാനായിട്ടാണ് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവവുമായിട്ടുള്ള അകലം വളർത്തുന്നതിനായിട്ടല്ല, അകലം കുറച്ച് ഞാൻ ദൈവത്തിലും ദൈവം എന്നിലുമായിരിക്കുന്ന സൗഭാഗ്യകരമായിട്ടുള്ള അനുഭവം ജീവിതത്തിൽ ഉളവാകുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അത്രേ ആവശ്യമായിരിക്കുന്നത്.